प्यारे बच्चों आदाब, कैसे हैं आप लोग? ठीक है ना? എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? ഏതായിരുന്നു പാഠം? അച്ഛാ, പ്യാസ് ബുജായേ, ദാഹം ശമിപ്പിക്കാം. എന്തായിരുന്നു ആ പാഠത്തിൽ പറഞ്ഞത്? എന്തിനെക്കുറിച്ചുള്ള പാഠമാണ്? ബോലിയേ, ക്യാ ഹേ? അച്ഛാ, നാരിയൽ കാ പാനി, ഇളനീർ, തേങ്ങ വെള്ളം അല്ലേ? തേങ്ങ. ഓക്കെ. കേല കാ മീഠ ശർബത്ത്, ठंडा और മസേദാർ അല്ലേ? ഇളനീർ വളരെ വളരെ രുചികരമാണ്. കേരളത്തിലെ മധുരമുള്ള സർബത്താണ്. അതുപോലെ തേങ്ങയെക്കുറിച്ച്, തെങ്ങിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ. പിछले ക്ലാസ് മേ സർഗർമി ക്യാ ഥി? എന്തായിരുന്നു നമ്മുടെ സർഗർമി? എന്തായിരുന്നു പ്രവർത്തനം? അച്ഛാ, നമ്മുടെ വീട്ടിൽ ഏതൊക്കെ മരങ്ങളുണ്ട് അല്ലേ? ആപ്കെ ഘർ മേ കോൻ കോൻ സെ പേട് ഹെ ഉൻകെ നാം ലിഖിയെ, ഒരു പ്രവർത്തനം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെയോ, ഇഷ്ടപ്പെട്ട ഒരു മരം, അതിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കണം. ആ മരത്തെക്കുറിച്ച് ഏതാനും സെൻറ്റൻസുകൾ എഴുതണം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ ബച്ചോ, ദേഖിയെ. ആപ്കെ ഘർ മേ കോൻ കോൻ സെ പേട് ഹെ ഉൻകെ നാം ലിഖിയെ, ഇതായിരുന്നു ആദ്യ വർക്ക്. नारियल का पेड़, आम का पेड़, कटहल का पेड़, इमली का पेड़, अमरूद का पेड़. पसंदीदा पेड़ की तस्वीर बनाइए, रंग भरिए और उस पर चंद जुमले लिखिए. ഇഷ്ടപ്പെട്ട ഒരു മരത്തിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഏതാനും ജുംലകൾ, സെൻറ്റൻസുകൾ എഴുതാനായിരുന്നു മറ്റൊരു വർക്ക്. ये पेड़ है, ये आम का पेड़ है, मेरे घर के आंगन में आम का पेड़ है, आम खाने के लिए अच्छा है, आम बहुत मज़ेदार है. प्यारे बच्चों, തേങ്ങാവെള്ളത്തെക്കുറിച്ച്, ഇളനീരിനെക്കുറിച്ചാണ് നമ്മുടെ സംസാരം അല്ലേ? നിങ്ങൾക്ക് ഇളനീർ ഇഷ്ടമാണോ? ആപ്കോ നാരിയൽ കാ പാനി പസന്ത് ഹെ? തേങ്ങാവെള്ളം ഇഷ്ടമാണോ? ഇളനീർ ഇഷ്ടമാണോ? ആണോ? അച്ഛാ, ഓക്കെ. എനിക്ക് തേങ്ങാവെള്ളം ഇഷ്ടമാണ് എന്നെങ്ങനെ നമ്മൾ ഉറുദുവിൽ പറയും? ബോലിയേ. എനിക്ക് ഇളനീർ ഇഷ്ടമാണ്. എനിക്ക്, അച്ഛാ, മുജെ അല്ലേ? അല്ലെങ്കിൽ മുജിക്കോ. ഇളനീർ, തേങ്ങാവെള്ളം, നാരിയൽ കാ പാനി ഇഷ്ടമാണ്. ജി പസന്ത് ഹേ, മുജെ നാരിയൽ കാ പാനി പസന്ത് ഹേ. ഓക്കെ. എന്തേ ഇഷ്ടപ്പെടാൻ കാരണം? നിങ്ങളെല്ലാവരും ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 7up, പെപ്സി പോലുള്ള കുപ്പിവെള്ളങ്ങൾ നമ്മൾ ഒഴിവാക്കണം, കുടിക്കരുത്. കാരണം എന്താ? ജി, അത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് അല്ലേ? അപകടമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു തേങ്ങാവെള്ളം? ജി, നാരിയൽ കാ പാനി സിഹത്ത് കെ ലിയേ അച്ഛാ ഹേ. നാരിയൽ കാ പാനി സിഹത്ത് കെ ലിയേ അച്ഛാ ഹേ അല്ലേ? ഇളനീർ, തേങ്ങാവെള്ളം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെയോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നാരിയൽ കാ പാനി ഇഷ്ടപ്പെടുന്നത്? ജി മീഠാ ഹേ അല്ലേ? നാരിയൽ കാ പാനി മീഠാ ഹേ. നാരിയൽ കാ പാനി മീഠാ ഹേ. ഇളനീർ എന്താണ്? തേങ്ങാവെള്ളം വളരെ മധുരമുള്ളതാണ്. അച്ഛാ, പിന്നെയും നീ പറയൂ, എന്തൊക്കെയാ? ജി മസേദാർ അല്ലേ? നാരിയൽ കാ പാനി മസേദാർ ഹേ, രുചികരമാണ്, വളരെ ടേസ്റ്റിയാണ്. ഓക്കെ. അച്ഛാ, എങ്കിൽ ഒരു വളരെ സിമ്പിൾ ആയൊരു ചോദ്യം ചോദിക്കട്ടെ? ദേഖിയെ. അമ്മി ജാൻ അമീന സെ കഹത്തി ഹെ, ബേട്ടി നാരിയൽ കാ പാനി പീലോ. അമ്മി ജാൻ അമീനയോട് പറയാണ്, മോളെ നാരിയൽ കാ പാനി പീലോ, നാരിയൽ കാ പാനി കുടിക്കൂ. बच्चों,
क्या आपको नारियल का पानी पसंद है? क्यों? ചന്ത ജുംല ലിഖിയെ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഇളനീർ തേങ്ങാവെള്ളം ഇഷ്ടമാണോ? എന്താണ് കാരണം? ഏതാനും സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതൂലേ? ജി, നിങ്ങൾ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ബച്ചോ ദേഖിയെ, എൻ്റെ പിന്നിൽ എന്തൊക്കെ നിങ്ങൾ കാണുന്നു? ദേഖിയെ ക്യാ ഹേ? ജി, ഒരുപാട് പഴങ്ങളാണല്ലേ. അച്ഛാ, ഏതൊക്കെ പഴങ്ങൾ ഉണ്ട്? ബോലിയെ. ക്യാ ഹേ? ചക്ക. ജി, ചക്ക ഉറുദു में क्या बोलते हैं? हाँ, कटहल അല്ലേ? कटहल. अच्छा, പിന്നെയോ? क्या है? पाइनएप्पल. उर्दू में अनन्नास. क्या है? अनन्नास. പിന്നെയല്ലേ പഴങ്ങൾ ഏതൊക്കെയാ? അച്ഛാ, ആം അല്ലേ? മാങ്ങ, ആം. പിന്നെയോ? അങ്കൂർ അല്ലേ? മുന്തിരി, അങ്കൂർ. കഴിഞ്ഞോ? ഇല്ല. ഇത് പേരക്ക. ആ, പേരക്കൊക്കെ എന്താണ് ഉറുദു പറയാ? അമ്രൂദ്. ക്യാ ഹേ? അമ്രൂദ്. പിന്നെയുണ്ടല്ലോ അത്. ക്യാ ഹേ? ആ, സേബ്, ആപ്പിൾ അല്ലേ? സേബ്. അച്ഛാ, ഓക്കെ. നിങ്ങൾ ഈ കാണുന്ന പഴങ്ങൾ നോക്കൂ, ഈ ചിത്രം നോക്കൂ. ഈ കാണുന്ന പഴങ്ങൾ ഏതൊക്കെയാണ്? ആ പഴങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം. ഓക്കെ ജി. അച്ഛാ, പ്യാരെ ബച്ചോ, ഈ പഴങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഏതാ? ഏത്? മാങ്ങ. അച്ഛാ, ക്യാ ഹേ? അനന്നാസ്. ആ, ചിലർക്ക് പൈനാപ്പിളാണ് ഇഷ്ടം. അങ്കൂർ. ആ, മുന്തിരി ഇഷ്ടമുള്ളവരുണ്ട്. ക്യാ ഹേ? ക്യാ ഹേ? ജോർ സെ. ആ, കട്ട്ഹൽ. അച്ഛാ, കട്ട്ഹൽ, ചക്ക. ചക്ക ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ഓക്കെ, കട്ട്ഹൽ. നമുക്ക് ചക്കയുടെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞാലോ? ക്യാ ഹേ? ദേഖിയേ, ये क्या है? ये कटहल है. ये क्या है? ये कटहल है. കട്ട്ഹൽ എന്താണ്? ഒരു പഴമാണല്ലേ? കട്ട്ഹൽ ഏക്ക് ഫൽ ഹെ. കട്ട്ഹൽ ഏക്ക് ഫൽ ഹെ. കട്ട്ഹൽ ഒരു പഴമാണ്. കട്ട്ഹലിനൊരു പ്രത്യേകത ഉണ്ട് ചക്കക്ക്. എന്താണ്? മറ്റു പഴങ്ങളൊക്കെ അപേക്ഷിച്ച് അവക്കില്ലാത്തൊരു പ്രത്യേകത ചക്കക്കുണ്ട്. എന്താ? ജി, കട്ട്ഹൽ സബ്സെ ബഡാ ഫൽ ഹെ. കട്ട്ഹൽ സബ്സെ ബഡാ ഫൽ ഹെ. ഏറ്റവും വലിയ പഴമാണേത്? ചക്ക. ഈ ചക്കയുടെ നിറം എന്താ? ദേഖിയേ. അച്ഛാ, ഹര അല്ലേ? പച്ചയാണ്. കട്ട്ഹൽ കാ രംഗ് ഹരാ ഹേ. കട്ട്ഹൽ കാ രംഗ് ഹരാ ഹേ. എങ്ങനെയുണ്ട് ചക്ക കഴിക്കുമ്പോൾ? എങ്ങനെ? ജി, കട്ട്ഹൽ ബഹുത്ത് മീഠാ ഹേ അല്ലേ? കട്ട്ഹൽ ബഹുത്ത് മീഠാ ഹേ. കട്ട്ഹൽ മസേദാർ ഹേ. കട്ട്ഹൽ മസേദാർ ഹേ. അച്ഛാ, മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ തേങ്ങാവെള്ളത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇളനീരിനെ കുറിച്ച് പറഞ്ഞു. എന്തിനു നല്ലതാണ്? ജി, സിഹത്ത് കെ ലിയെ അച്ഛാ ഹേ. അത് നമ്മൾ ഇവിടെ പറഞ്ഞൂടെ? ജി, കട്ട്ഹൽ സിഹത്ത് കെ ലിയെ അച്ഛാ ഹേ. കട്ട്ഹൽ സിഹത്ത് കെ ലിയെ അച്ഛാ ഹേ. ചക്ക ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, എങ്കിൽ ഒരു വർക്ക് കൂടി തരികയാണ്. നിങ്ങൾ നിരവധി പഴങ്ങൾ നമ്മൾ പഠിച്ചു, പഴങ്ങളെ പേര് പറഞ്ഞു. നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പഴത്തിൻ്റെ ചിത്രം നിങ്ങൾ വരയ്ക്കണം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഏതാനും സെൻറ്റൻസുകൾ, ജുംലകൾ നിങ്ങൾ എഴുതണം. ഓക്കെ जी. पसंदीदा फल की तस्वीर बनाइए और रंग भरिए और उस पर चंद जुमले लिखिए. बच्चों, ഇന്ന് ഏതൊക്കെ സർഗർമ്മികളാണ് തന്നത്? ഏതൊക്കെയാ? ജി, ഒന്ന്
आपको नारियल का पानी पसंद है क्यों ചന്ദ് ജുംല ലിഖിയേ നിങ്ങൾക്ക് ഇളനീര് തേങ്ങാവെള്ളം ഇഷ്ടമാണോ എന്തുകൊണ്ട് ഏതാനും ജുംലകൾ എഴുതാനാണ്. ഇപ്പോൾ തേങ്ങാവെള്ളത്തെക്കുറിച്ച് ഇളനീരിനെ കുറിച്ച് ഏതാനും ജുംലകൾ എഴുതാൻ. അതാണ് ഒന്നാമത്തെ സർഗർമി. മറ്റൊന്നെന്തായിരുന്നു? ജി ഫലോं की तस्वीर देखिए और പഹ്ചാൻ കർ നാം ലിഖിയേ അല്ലെ, ആ പഴങ്ങളെ പേരുകൾ എഴുതാൻ. അപ്പോൾ പഴങ്ങളെ പേരുകൾ എഴുതാനാണ്. പിന്നെയോ മൂന്നാമത്തെ വർക്ക് എന്തായിരുന്നു? ഇഷ്ടപ്പെട്ട ഒരു പഴത്തിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുത്ത് ആ പഴത്തെക്കുറിച്ചുള്ള ഏതാനും സെൻറ്റൻസുകൾ എഴുതാൻ. ഈ 3 വർക്കുകളും നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ ജി ശുക്രിയ, ഖുദാ ഹാഫിസ്.